നിങ്ങൾക്ക് പലരും നമ്മളെല്ലാവരും ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ സ്പീഡ് കുറയാൻ കാരണം ഈ ഗൂഗിൾ ക്രോമും ഒരു കാരണമാണ്. ഇതിനു മുമ്പ് നമ്മൾ വാട്സപ്പും ഒരു കാരണം എന്ന് പഠിച്ചു. വാട്സപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ചാറ്റുകൾ ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വാട്സപ്പ് ഇങ്ങനെ ഫുള്ളാവുന്നതുകൊണ്ടാണ് നമ്മളെ സ്റ്റോറേജ് ഫുള്ളാവുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കുറച്ച് സെറ്റിങ്സുകളുണ്ട്. അത് ഇങ്ങനെ ഓവറായിട്ട് ഫുള്ളായി കിടക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഫോണിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നത് കുറയുന്നതും പിന്നെ ബാറ്ററി ചാർജ് പെട്ടെന്ന് കുറയുന്നതും ആണ്. അങ്ങനെയാണ് കുറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അത്തരത്തിൽ ഗൂഗിൾ ക്രോമിൽ നമ്മൾ അറിയാതെ ഓൺ ചെയ്തിട്ടിരിക്കുന്നതും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതും നമ്മുടെ ഫോണിനെ ബാധിക്കുന്നതുമായ കുറച്ച് ഗൂഗിൾ ക്രോമിൻ്റെ പ്രശ്നം പിടിച്ച സെറ്റിങ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ഭവിഷ്യത്തുകളും എന്തൊക്കെയാണ് അത് ഓഫ് ചെയ്യുന്നത് കൊണ്ടും ഓൺ ചെയ്യുന്നതിന് കൊണ്ടും ക്ലിയർ ചെയ്യുന്നതിന് കൊണ്ടും ഒക്കെ നമുക്ക് പ്രയോജനം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദേവ യൂട്യൂബ് ചാനൽ ആൻഡ് MK ജോയ്സ് യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് നമുക്ക് എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 3 ടാബുകൾ ഇവിടെ നമുക്ക് സേവായി കിടക്കുന്നതായിട്ട് കാണാം. ഇതും നമ്മളെ സ്റ്റോറേജ് കുറയ്ക്കാനുള്ള ഒരു കാരണമാണ് ഗൂഗിൾ ക്രോമിലുള്ള ഇത്. കാരണം ഗൂഗിൾ ക്രോമാണ് നമ്മളെ കൂടുതൽ ഫോണിലുള്ള റാമുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്പീഡൊക്കെ നമ്മൾ ഗൂഗിൾ ക്രോം കാരണമാണ് കുറഞ്ഞു പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യം കാരണം കഴിഞ്ഞാൽ ഈ ടാബുകൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഇത് ഞാൻ മുമ്പൊക്കെ ഉപയോഗിച്ചതാണ്. നമ്മൾ ജെമിനിയുടെ അടുത്ത് സംസാരിച്ചതും ഇതുപോലെ നമ്മൾ അറിയാതെ കുറേ ടാബുകൾ നമ്മളെ ഗൂഗിൾ ക്രോമിൽ സേവായി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വക പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ഇതിന് സംബന്ധമായിട്ട് ബാധകമാണ്. ഈ ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ഗൂഗിൾ ക്രോമിൽ ചെയ്ത് വെക്കണം. ഇതാണ് ഒന്നാമതായി നമ്മളെ ഗൂഗിൾ ക്രോം വഴി നമ്മളെ സ്പീഡ് കുറയാൻ കാരണം എന്ന് പറയുന്ന ഒന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്ന പലരും ഇപ്പോൾ വിചാരിക്കും ഞാനിത് ചുമ്മാ പറയുന്നതല്ലേ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ നിരവധി വീഡിയോസ് യൂട്യൂബിൽ തന്നെ നിരവധി വീഡിയോസ് ഇതിനെക്കുറിച്ചുണ്ട്. നമ്മളെ ഗൂഗിൾ ക്രോം നമ്മളറിയാതെ തന്നെ നമ്മളെ ഫോണിൻ്റെ കൂടുതൽ റാം ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള നിരവധി വീഡിയോസുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ഫോണിൻ്റെ സ്പീഡൊക്കെ കുറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഞാൻ പറയുന്ന സെറ്റിങ്സിൽ മാത്രം പോവുക. വേറെ ഏതെങ്കിലും സെറ്റിങ്സിൽ പോയി ചാടരുത്. ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ സൈറ്റ്സ് എന്നൊരു ഓപ്ഷൻ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ കയറിയ സൈറ്റിൻ്റെ എല്ലാ കുക്കീസുകളും ഇവിടെ സേവായി കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതും നമ്മളെ ഗൂഗിൾ ക്രോം കാരണം നമ്മളെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകാൻ നമ്മളെ ഫോണിൻ്റെ സ്പീഡ് കുറയാൻ ഒരു കാരണമായി ഇതും ഈ ഓപ്ഷൻ മാറിയേക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ കൊടുത്ത് എല്ലാം ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ഇതിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ
ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈനിങ് കട്ടായി പോകേണ്ട ചാൻസ് ഉണ്ട്, ക്യാൻസലായി പോകേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സൈനിങ് നമുക്ക് ആവശ്യമാണെന്നുള്ള വെബ്സൈറ്റ് മാത്രം നിങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് മാത്രം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാതെ ബാക്കിയുള്ള വെബ്സൈറ്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഞാനിപ്പോൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ്. എല്ലാം ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഡിലീറ്റൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ഓരോന്നായിട്ടാവുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരുന്ന ഇത് ആൾ സൈസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. നമ്മൾ അത്രത്തോളം നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഉപയോഗിച്ച സൈറ്റുകളുടെ എല്ലാമാണ് അവിടെ കുക്കീസായിട്ട് ശേഖരിച്ച് കിടക്കുന്നത് നമ്മളറിയാത്തതിന്. പക്ഷേ ഇത് ഞാൻ പറയുന്നത് പോലെ തന്നെ സ്റ്റോറേജിനെ ബാധിക്കും, പിന്നെ ഫോണിൻ്റെ സ്പീഡിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുക്കീസ് സൈറ്റുകൾ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റ് സെറ്റിങ്സിൽ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ സൈറ്റ് സെറ്റിങ്സിൽ തന്നെ വീണ്ടും വരിക. വീണ്ടും വന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴോട്ടേക്ക് പോവുക. ഏറ്റവും താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ഓണിലായിരിക്കും, അത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിനുള്ള പ്രയോജനം എന്തെന്നാൽ നമുക്കിതിലൂടെ നമ്മുടെ ഡാറ്റ വർദ്ധിപ്പിക്കാനും അത്യാവശ്യം വർദ്ധിപ്പിക്കാനും പിന്നെ ആവശ്യമില്ലാത്ത ആപ്പുകൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് തടയാനും ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിന് കൂടി അത് സഹായിക്കും. അപ്പോൾ ഈ ഓപ്ഷൻ എല്ലാവരും ഓഫ് ചെയ്തിടുക. എല്ലാവരുടെ ഫോണിലും ഡിഫോൾട്ടായിട്ട് ഇത് ഓണായിരിക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതിനുള്ള പ്രയോജനം. അപ്പോൾ ഇത് ഒന്ന് ഓഫ് ചെയ്തിടുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സൈറ്റ് സെറ്റിങ്സിൽ തന്നെ ഉള്ള മറ്റൊരു ഓപ്ഷനാണ്. ഇവിടെ താഴെ തന്നെ ഏറ്റവും താഴെ ഡാറ്റ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫയലുകളൊന്നും നിങ്ങളെ ഗൂഗിൾ ക്രോമിൽ സേവായി കിടക്കുന്നതല്ല, എല്ലാം ഡിലീറ്റാണ്. ഇനി കുറച്ച് ഇവിടെ ഫയലുകളാണ്, അനാവശ്യ ഫയലുകളാണ് ഇവിടെ ഇതായി കിടക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം ഇത് അങ്ങനെ കിടന്നു കഴിഞ്ഞാലും നമ്മളെ ഫോണിൻ്റെ സ്പേസിന് ബാധിക്കുന്നതുമാണ്. സ്റ്റോറേജ് ഫുള്ളാകുന്നതിനും ഇത് ബാധകമാണ്. അപ്പോൾ ഈ ഓപ്ഷനിൽ ഇപ്പോൾ എനിക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ ഉള്ളവരാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ആവശ്യാനുസരണം ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഇനി അടുത്ത സെറ്റിങ്സിലേക്ക് കിടക്കാം. വീണ്ടും സൈറ്റ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾ തിരിച്ചു വരിക. എന്നിട്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങളൊന്ന് നിർബന്ധമായിട്ട് ഓഫ് ചെയ്തിടുക. കാരണം നമ്മൾ ഒരുപാട് വെബ്സൈറ്റ് ഡെയിലി ചിലവരൊക്കെ ആണെങ്കിൽ ഡെയിലി ക്രോം ബ്രൗസറിൽ സന്ദർശിക്കുന്നതാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു വീഡിയോകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അതിലിങ്ങനെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്ന ഓപ്ഷനാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചറുകൾ നമുക്കറിയാൻ സാധിക്കും. ഇനി ദോഷവും ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഇത് അനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ സദാസമയം ഇങ്ങനെ ഗൂഗിള് നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നാന്ന് ഗൂഗിൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ബാറ്ററിക്കും അത് ദോഷമാണ്. പിന്നെ സ്റ്റോറേജ് ഫുള്ളാകാനും ഒക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുന്നവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ വരണമെന്ന് പലവരും പറയാറുണ്ട്. ആ പ്രശ്നം ഇതോടെ നമുക്ക് കഴിയുന്നതാണ് ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ.
ഈ ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം വീണ്ടും വരുന്നതാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം ആകുന്നതാണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഇനി ക്രോം ബ്രൗസർ കാരണം കുറയേയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇനി ക്രോം ബ്രൗസർ കാരണം വരികയില്ല. അതായത് സ്റ്റോറേജ് ഫുള്ളാവുക, അല്ല റാം വരിക, അങ്ങനത്തെ പ്രശ്നം ഒന്നും നിങ്ങൾക്ക് വരികയില്ല. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗൂഗിൾ ക്രോമിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട 2-3 സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ ടെക്നോളജി വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാവുന്ന അംശം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.